ടാൻസാനിയയിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ ന്തോവാംബു എന്നൊരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. ഹരിതാഭമായ ഒരു പ്രദേശം. അല്പം മുൻപ് വരെ ഉണങ്ങിവരണ്ട മൈതാനക്കാടുകളുടെ കാഴ്ചയിലൂടെയാണ് കടന്നു വന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ പ്രകൃതി ആകെ മാറിയിരിക്കുന്നു. മൊസ്കിറ്റോ റിവർ എന്നാണ് ന്തോവാംബു എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് ഭാഷാന്തരം. ധാരാളം ചതുപ്പുകളും നദികളുമുള്ള ഒരു പ്രദേശമാണിത്. ഒരു കാലത്ത് അതിൽ നിറയെ കൊതുകുകളായിരുന്നത്രേ. അങ്ങനെയാണ് വിശാലമായ ഒരു പ്രദേശത്തിന് തന്നെ കൊതുക് നദി എന്നർത്ഥമുള്ള ന്തോവാംബു എന്ന പേര് ലഭിച്ചത്. മന്യാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പട്ടണം ഇതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ടൂർ ഓപ്പറേറ്റേഴ്സ് ഇവിടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. റിസോർട്ടുകളുടെ ഒരു പട്ടണം കൂടിയാണ് ന്തോവാംബു. അവിശ്വസനീയമെന്ന് തോന്നാവുന്ന ഒരു കാര്യം ടാൻസാനിയയിൽ വലിയ തോതിൽ നെൽകൃഷി നടക്കുന്ന പ്രദേശമാണ് ഇതെന്നതാണ്. കൂടാതെ കരിമ്പ്, വാഴ തുടങ്ങിയവയുടെ എല്ലാം കൃഷി നടക്കുന്നുണ്ട് ഇവിടെ. 3600 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശമാണ് ന്തോവാംബു. അതിൽ 1800 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തും നെല്ല് ഉൾപ്പെടെയുള്ളവയുടെ കൃഷി നടക്കുന്നു. 12,000-ഓളം ജനം വസിക്കുന്നുണ്ട് ന്തോവാംബുവിന്റെ പ്രധാന പട്ടണത്തിൽ. കൃഷി കഴിഞ്ഞാൽ ടൂറിസമാണ് ഇവിടുത്തുകാരുടെ പ്രധാന വരുമാന മാർഗം. ദേവാലയങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവയെല്ലാമുണ്ട് പട്ടണത്തിൽ. ബജാജിന്റെ ഓട്ടോറിക്ഷകളാണ് ഇവിടുത്തെ പ്രധാന ഗതാഗത ഉപാധി. നിരവധി മിനി വാനുകളും കാണാം പാതയോരത്ത്. ഗ്രാമങ്ങളെ പട്ടണവുമായി ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്ന വാനുകളാണത്. ന്തോവാംബു പട്ടണം പിന്നിടുന്നതോടെ വഴിയോരത്തെ മരങ്ങളുടെയെല്ലാം ഇലകൾക്ക് വെള്ള നിറമാണ്. മരങ്ങളിൽ രാത്രി പാർക്കുന്ന ദേശാടന പക്ഷികൾ കാഷ്ടിക്കുന്നതാണത്. പക്ഷികളുടെ വലിയൊരു ആവാസ കേന്ദ്രമാണിവിടം. അതേക്കുറിച്ചാണ് ഡ്രൈവർ റെമി പറയുന്നത്. ന്തോവാംബു പട്ടണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടത്തോട്ട് ഒരു റോഡുണ്ട്. അതിൽ ചെറിയൊരു പടിപ്പുരയും കാണാം. മന്യാറ നാഷണൽ പാർക്കിന്റെ കവാടമാണിത്. ഞങ്ങൾ ഗേറ്റ് കടന്നപ്പോഴേക്കും മുന്നിൽ വാഹനങ്ങളുടെ നീണ്ട നിര കാണാവുന്നു. കല്ലുവിരിച്ച പാത. അമേരിക്കൻ സാമ്പത്തിക സഹായത്തോടെയാണ് മന്യാറ നാഷണൽ പാർക്കിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടക്കുന്നത്. ആഫ്രിക്കൻ നാടുകളിലെ നാഷണൽ പാർക്കുകളുടെ സുഗമമായ പ്രവർത്തനത്തിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനുമെല്ലാം അമേരിക്കയും യൂറോപ്പിലെ സമ്പന്ന രാജ്യങ്ങളും വലിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അക്കാര്യം പല നാഷണൽ പാർക്കുകളിലും എഴുതി വച്ചിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വഴിയിൽ പാശ്ചാത്യ ടൂറിസ്റ്റുകളെത്തിയ വാഹനങ്ങളുടെ നിര. ഇക്കാണുന്നതെല്ലാം സഫാരി വാഹനങ്ങളാണ്. ലാൻഡ് ക്രൂസർ വണ്ടികൾ പിന്നിൽ 6 പേർക്കിരിക്കാവുന്ന വിധം ഒന്ന് രൂപമാറ്റം വരുത്തിയാണ് സഫാരിക്കായി ഉപയോഗിക്കുന്നത്. നാഷണൽ പാർക്കിന്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കൊണ്ടുചെന്ന് നിർത്തി ഞങ്ങൾ ഇറങ്ങി. രാവിലെ തുടങ്ങിയ യാത്രയാണല്ലോ. ഒരു ചായ കുടിക്കണം. ചെറിയ റെസ്റ്റോറന്റും ടോയ്ലറ്റുമെല്ലാമുള്ള പാർക്കിംഗ് ഏരിയയാണ്. കുറേയേറെ വാഹനങ്ങളിൽ ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വിശ്രമത്തിന് ശേഷമേ ഇവരൊക്കെ നാഷണൽ പാർക്കിലൂടെയുള്ള യാത്ര തുടരുകയുള്ളൂ. പാശ്ചാത്യരും ജപ്പാൻകാരുമാണ് ടൂറിസ്റ്റുകളിൽ അധികവും. മറ്റു രാജ്യങ്ങളിൽ നിന്നും വളരെ അപൂർവമായി മാത്രമേ ഇത്തരം നാടുകളിലേക്ക് സഞ്ചാരികൾ എത്തുന്നുള്ളൂ. കൂടുതൽ വണ്ടികൾ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സ്കൂൾ കുട്ടികളുമായി വരുന്ന ബസ്സുകൾ ഒഴികെ ബാക്കിയെല്ലാം ഏതാണ്ട് സമാന രൂപഭാവമുള്ള ലാൻഡ് ക്രൂസർ സഫാരി വാഹനങ്ങളാണ്. റെസ്റ്റോറന്റിൽ കയറി ഒരു ചായ കുടിച്ച ശേഷം ഞാൻ ഗേറ്റ് ഓഫീസിലേക്ക് നടന്നു. ഈ നടപ്പാതയിലൂടെ ചെന്നെത്തുന്നയിടത്താണ് ടിക്കറ്റ് ലഭിക്കുന്ന ഓഫീസ്. മരക്കൂട്ടങ്ങൾക്കിടയിലെ ചെറിയൊരു ഷെഡാണത്. കൗതുകകരമായ ഒരു കാര്യമുണ്ട്. നാഷണൽ പാർക്കിലേക്ക് പ്രവേശിക്കണമെങ്കിൽ $65 ടിക്കറ്റ് എടുക്കണം. 4000-ലധികം രൂപയാണല്ലോ അത്. ടാൻസാനിയയിലെ നാഷണൽ പാർക്കുകളിലെല്ലാം ടിക്കറ്റ് നിരക്ക് വളരെ ഉയർന്നതാണ്. ടിക്കറ്റ് എടുത്ത് ഞാൻ വാഹനത്തിനരികിലേക്ക് നടന്നു. ഈ സമയം റെമി അല്പം കാത്തു നിൽക്കാനും തനിക്ക് ചെറിയൊരു ജോലി ഉണ്ടെന്നും പറഞ്ഞു. നാഷണൽ പാർക്കിലേക്ക് പോവുകയായതിനാൽ മുൻ സീറ്റിലിരുന്ന് ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത്
പിൻസീറ്റിനിടയിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. അതിനായി വാഹനത്തിന്റെ മേൽക്കൂര പൊക്കിവെക്കുകയാണ് റമി. കെനിയയിലാവട്ടെ ടാൻസാനിയയിലാവട്ടെ ഗെയിം ഡ്രൈവ് എന്നറിയപ്പെടുന്ന സഫാരി ട്രിപ്പുകൾക്ക് പോകുമ്പോൾ ഇത്തരം വാഹനങ്ങളുടെ മേൽക്കൂര ഉയർത്തിവെച്ചാണ് യാത്ര ചെയ്യുക. ടൂറിസ്റ്റുകൾ സീറ്റുകൾക്കിടയിൽ എണീറ്റ് നിന്നാൽ മുകളിലൂടെ കാഴ്ചകൾ കാണാം. മുന്നിലിരിക്കുന്ന ഡ്രൈവർക്ക് വയർലെസ്സിലൂടെ റേഞ്ചർമാരുടെയും മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെയും സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഞാൻ മുന്നിലെ സീറ്റ് ഉപേക്ഷിച്ച് പിറകിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 6 പേർക്ക് സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാവുന്ന സീറ്റുകളുണ്ട്. അതിന്റെ മധ്യത്തിലുള്ള സ്ഥലത്ത് എണീറ്റ് നിൽക്കുകയും ചെയ്യാം. വഴി അല്പം പരുക്കനാണ്. എണീറ്റ് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ പിടിച്ചു നിന്നില്ലെങ്കിൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഏറെ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ടിക്കറ്റ് ഇവിടുത്തെ ഉദ്യോഗസ്ഥനെ കാണിക്കണം. ഞാൻ എടുത്തിരുന്ന ടിക്കറ്റ് അദ്ദേഹത്തിന് നൽകി. അതിന്റെ ഒരു കോപ്പി എടുത്ത ശേഷം ഉദ്യോഗസ്ഥൻ ബാക്കിയുള്ളത് റിമിയെ ഏൽപ്പിച്ചു. $65 ടിക്കറ്റുമായി ഞങ്ങൾ മന്യാറ നാഷണൽ പാർക്കിന്റെ മൺപാതയിലേക്ക് കയറി. മഴയില്ലാത്ത സമയമായതിനാൽ പാതയിലും പരിസരത്തെ ഇലച്ചാർത്തുകളിലുമെല്ലാം പൊടിപടലങ്ങൾ നിറഞ്ഞിരിക്കുന്നു. നാഷണൽ പാർക്കുകളിൽ ഇത്തരം മൺപാതകളാണ് പതിവ്. വികസിത രാജ്യങ്ങൾ പോലും നാഷണൽ പാർക്കുകളിലെ പാതകൾ ടാർ ചെയ്യാറില്ല. മൃഗങ്ങൾക്ക് അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നതിനു വേണ്ടിയാണിത്. വാഹനങ്ങൾ നിരന്തരം ഓടുന്നതിനാൽ പാതയും പരിസരവും പൊടിമയമാണ്. നാഷണൽ പാർക്കിലെ എല്ലാ ഭാഗവും വൃക്ഷനിബിഡമല്ല. കുറെ ഭാഗം ഇങ്ങനെ കുറ്റിക്കാടുകളാണ്. എന്നാൽ ചില ഭാഗങ്ങളിലേക്കെത്തുമ്പോൾ ഒരു ട്രോപ്പിക്കൽ വനത്തിന്റെ സ്വഭാവവുമുണ്ട്. അതുകൊണ്ട് തന്നെ മന്യാറ നാഷണൽ പാർക്കിൽ ആഫ്രിക്കയിലെ മറ്റു നാഷണൽ പാർക്കുകളിലേതുപോലെ സുലഭമായി വന്യമൃഗ കാഴ്ച ഉണ്ടാവില്ല. ഈ വനത്തിനുള്ളിൽ മറഞ്ഞു നിൽക്കുകയാവും മൃഗങ്ങളധികവും. എങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മൃഗങ്ങളെ കണ്ടെത്താം. നല്ലൊരു ഗൈഡും ഡ്രൈവറുമാണ് കൂടെയുള്ളതെങ്കിൽ ആ ജോലി എളുപ്പമാവുകയും ചെയ്യും. റമിയെപ്പോലുള്ള ഡ്രൈവർമാർ എപ്പോഴും ചുറ്റുപാടും സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് വണ്ടി ഓടിക്കുക. വാഹനത്തിനകം ഒരു പ്രാകൃത അവസ്ഥയിലാണെന്ന് തോന്നുമെങ്കിലും സീറ്റിംഗ് വളരെ സൗകര്യപ്രദവും സുഖകരവുമാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തവയാണ് ഇത്തരം വണ്ടികളെല്ലാം. ആളുകളുടെ ശരീരം മുട്ടാനിടയുള്ള ഭാഗമെല്ലാം സ്പോഞ്ചും പാഡും കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ലാൻഡ് ക്രൂസറിനെ ഈ വിധത്തിൽ രൂപപ്പെടുത്തി വേണം നമ്മുടെ നാട്ടിലും നാഷണൽ പാർക്കുകളിലൂടെയും ഹൈറേഞ്ചുകളിലൂടെയും ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനെന്ന് എനിക്ക് തോന്നി. ഈ വാഹനത്തിലെ യാത്ര തന്നെ ഒരനുഭവമാണ്. ആഫ്രിക്കയിലെ മറ്റു നാഷണൽ പാർക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര വിപുലമൊന്നുമല്ല ലേക്ക് മന്യാറ നാഷണൽ പാർക്ക്. 325 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന്റെ ആകെ വിസ്തൃതി. 1960-ലാണ് ഈ വനമേഖല ഒരു നാഷണൽ പാർക്കായി മാറ്റിയത്. പ്രതിവർഷം 2 ലക്ഷത്തോളം ആളുകൾ ഈ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. മന്യാറ തടാകത്തിനു ചുറ്റുമായാണ് നാഷണൽ പാർക്ക് വ്യാപിച്ചു കിടക്കുന്നത്. മഴക്കാലത്ത് 231 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലേക്കെത്തുന്ന ആഴം കുറഞ്ഞ ഒരു തടാകമാണ് മന്യാറ ലേക്ക്. ഒരു ഉപ്പ് തടാകമാണ് മന്യാറ. നദികൾ ചെന്നു ചേരുന്ന ഭാഗത്ത് ഉപ്പുണ്ടാവുകയുമില്ല. ഉപ്പുജലവും ശുദ്ധജലവും ഇഷ്ടപ്പെടുന്ന പക്ഷികളും ഉഭയജീവികളുമെല്ലാം ഈ നാഷണൽ പാർക്കിലുണ്ട്. ദൂരെ മലമുകളിൽ ഒരു നീളൻ കെട്ടിടം കാണാം. മന്യാറ വൈൽഡ് ലൈഫ് ലോഡ്ജ് എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റ് ലോഡ്ജാണത്. ഒരു ലക്ഷറി റിസോർട്ട് തന്നെ. വൈൽഡ് ലൈഫ് ലോഡ്ജുകൾ എന്നാണ് വന്യമൃഗ സങ്കേതങ്ങളിലെ റിസോർട്ടുകൾ അറിയപ്പെടുന്നത്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുണ്ടാവും അവിടങ്ങളിൽ. കെനിയയിലും ഉഗാണ്ടയിലും എത്യോപ്യയിലുമെല്ലാം ഞാൻ അത്തരം ലോഡ്ജുകളിൽ താമസിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ മറ്റു നാഷണൽ പാർക്കുകളിൽ എന്ന പോലെ അതിവിപുലമായ മൃഗസമ്പത്തുണ്ട് മന്യാറ പാർക്കിൽ. ആന, പുള്ളിപ്പുലി, കിഴക്കൻ ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന മസായി സിംഹം, ചീറ്റ, ബ്ലൂ മങ്കി, ഹിപ്പോ, മസായി ജിറാഫ്, ഇംപാല, സീബ്ര എന്നിങ്ങനെ പോകുന്നു നാഷണൽ പാർക്കിലെ മൃഗവൈവിധ്യം.
ആനകൾ ധാരാളമുള്ള ഒരു പ്രദേശമാണിതെന്നും സൂക്ഷിച്ചു നോക്കിക്കൊള്ളണമെന്നും റിമി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വണ്ടിയിൽ എണീറ്റ് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നതിനാൽ ചില്ലിന്റെ തടസ്സമില്ലാതെ ദൃശ്യങ്ങൾ പകർത്താനാവുന്നു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കാട്ടിനകത്തെ മൺപാതകൾക്കെല്ലാം ഒരേ രൂപമാണ്. സ്ഥലപരിചയമില്ലാത്തവർ തനിയെ ഒരു കാറുമായി ഇറങ്ങിയാൽ വഴി തെറ്റിപ്പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതിലെയെല്ലാം പതിവായി സഞ്ചരിക്കുന്ന റിമിയെപ്പോലുള്ള ഡ്രൈവർമാർക്കും ഗൈഡുമാർക്കും ഈ വഴികളെല്ലാം ഹൃദിസ്ഥമാണ്. വന്യമൃഗങ്ങളെ കാര്യമായി ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ല. ധാരാളം കുരങ്ങന്മാരെ ഇതിനകം കണ്ടിരുന്നു. കുറെ കൂടി മുന്നോട്ടു ചെല്ലുമ്പോൾ അതാ മുന്നിൽ ഏതാനും വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. അവിടെ ഏതോ മൃഗങ്ങളുണ്ട്. അതെന്താണെന്നറിയാനുള്ള കൗതുകത്തോടെ ഞാൻ അങ്ങനെ ഇരിക്കവേ അതാ ഒരു കൊമ്പൻ വഴിയരികിൽ നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒന്നല്ല, വലിയൊരു പറ്റം ആനകളുണ്ട്. പല പ്രായത്തിലുള്ള ആഫ്രിക്കൻ ആനകൾ. 40ഓളം എണ്ണമുള്ള ഒരു സംഘമാണ്. ചിലർ ടൂറിസ്റ്റുകൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വഴിയിലിറങ്ങി നിൽക്കുന്നു. ദേഹം മുഴുവൻ മണ്ണുവാരി അണിഞ്ഞവർ. വീതിയാർന്ന ചെവികളും അല്പം കുഴിഞ്ഞ മുതുകുമാണ് ആഫ്രിക്കൻ ആനകളെ ഏഷ്യൻ ആനകളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ആനകൾ വാഹനത്തെ വളഞ്ഞ് നിലകൊള്ളുകയാണ്. അനങ്ങരുതെന്ന് റെമി എനിക്ക് നിർദ്ദേശം തന്നു. ആനയുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ചലനവും വാഹനത്തിൽ നിന്ന് ഉണ്ടാവരുതത്രേ. കാര്യമായി പറഞ്ഞതാണോ എന്നെ ഒന്ന് ഭയപ്പെടുത്തിയതാണോ എന്നറിയില്ല. തുമ്പിക്കൈയൊന്ന് നീട്ടിയാൽ എന്നെ പിടിക്കാവുന്ന അകലത്തിലാണ് ഇവൻ നിൽക്കുന്നത്. ഞാൻ ഏതായാലും അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. വളരെ ചെറിയ കുഞ്ഞുങ്ങളുമുണ്ട് ആനക്കൂട്ടത്തിൽ. ഞങ്ങളുടെ 4 വശത്തുമായി നിരവധി ആനകൾ. എന്റെ വാഹനത്തിന്റെ പിന്നിലും ഇപ്പോൾ ആനകൾ നിരന്നു കഴിഞ്ഞു. പൊടിപിടിച്ച ശരീരവുമായി ഒരു കുഞ്ഞിനെ ലാളിക്കുന്നു കൊമ്പൻ. അവൻ അമ്മയുടെ ചാരത്തേക്ക് നീങ്ങിപ്പോകുന്നു. പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട് ആനക്കൂട്ടത്തിൽ. സാധാരണയായി 8 മുതൽ 100 വരെ അംഗങ്ങളുണ്ടാവും ആഫ്രിക്കൻ ആനകളുടെ ഇത്തരമൊരു കൂട്ടത്തിൽ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ സഞ്ചാരികൾ വാഹനങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് ഫോട്ടോ എടുത്തിട്ട് മതി വരുന്നില്ല. ആനകളാകട്ടെ ഫോട്ടോ എടുക്കുന്നവരെ നിരാശരാക്കാതെ വളരെ സാവധാനമാണ് നീങ്ങുന്നത്. പല പ്രായത്തിലുള്ള ആനകളുടെ ഒരു പരേഡ്. കുഞ്ഞുങ്ങൾക്ക് മുതിർന്ന ആനകളിൽ നിന്നും വലിയ ശ്രദ്ധയും സംരക്ഷണവുമാണ് ലഭിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഒരു വലയത്തിലാക്കി എന്നോണമാവും എപ്പോഴും മുതിർന്ന ആനകളുടെ സഞ്ചാരം. ശരിക്കും ഒരു ആനക്കുടുംബമാണിത്. വാഹനത്തിന്റെ മുന്നിലും പിന്നിലും വശങ്ങളിലുമെല്ലാമുണ്ട് ആനകൾ. രൂപം, വലിപ്പം, ചെവികൾ, മസ്തകം എന്നിവയുടെ കാര്യത്തിലെല്ലാം ഏഷ്യൻ ആനകളിൽ നിന്നും ഏറെ വ്യത്യസ്തരാണ് ആഫ്രിക്കൻ ആനകൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള വലിയ ചെവികളും ഒറ്റമുഴയുള്ള മസ്തകവുമാണ് ഇവയ്ക്കുള്ളത്. ഏഷ്യൻ ആനകളുടെ ചെവികൾ താരതമ്യേന ചെറുതാണ്. മസ്തകത്തിലാവട്ടെ 2 മുഴകളുണ്ടായിരിക്കും. മുൻപ് കെനിയയിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ ഞാൻ ധാരാളം ആനകളെ കണ്ടിരുന്നു. അതെല്ലാം 6-8 ആനകളുടെ ഓരോ കൂട്ടമായിരുന്നു. സായിപ്പുമാർക്കെല്ലാം വലിയ ആവേശവും അത്ഭുതവുമായി ആനക്കൂട്ടത്തിന്റെ കാഴ്ച. മണ്ണുവാരിയെറിഞ്ഞും പരസ്പരം കൊമ്പുകോർത്തും ആനകൾ അങ്ങനെ നിൽക്കുന്നു. അവരുടെ സ്വൈര്യവിഹാര പ്രദേശമാണിത്. കുറച്ച് ആനകൾ റോഡിന് നടുവിൽ കയറി നിൽപ്പായി. ഞങ്ങളുടെ അനുവാദം ലഭിച്ച ശേഷം നിങ്ങൾ യാത്ര തുടർന്നാൽ മതി എന്ന മട്ടിൽ. ആഫ്രിക്കൻ കാടുകളിലെ കൊമ്പന്മാർക്ക് ആനക്കൂട്ടത്തിൽ വലിയ സ്വാധീനമൊന്നുമില്ല. സംഘത്തിന് നേതൃത്വം വഹിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും പിടിയാനകളാണ്. പരസ്പരം ബന്ധമുള്ള 10ഓളം പിടിയാനകളും അവയുടെ പല പ്രായത്തിലുള്ള മക്കളും ചേരുന്നതാണ് ഒരു ആഫ്രിക്കൻ ആനക്കുടുംബം. നീണ്ട കൊമ്പുകളുണ്ടെന്ന് കരുതി ഇവയെല്ലാം ആണുങ്ങളാണെന്ന് കരുതേണ്ടതില്ല. ആഫ്രിക്കയിലെ പിടിയാനകൾക്കും നീളത്തിലുള്ള കൊമ്പുണ്ടാവും.
വഴിമുടക്കി നിന്നിരുന്ന ആനകൾ സാവധാനം പാതയോരത്തേക്ക് നീങ്ങിയിരിക്കുന്നു. വേണമെങ്കിൽ വാഹനത്തിന് കടന്നു പോകാം. വീണ്ടും ആനകൾ മൺപാതയിലേക്ക് ഇറങ്ങി കൊമ്പ് കോർക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനുഷ്യർക്ക് കേൾക്കാനാവാത്തത്ര നേർത്ത ശബ്ദവീഴ്ചകൾ കൊണ്ട് വളരെ ദൂരത്തേക്ക് പോലും ആശയവിനിമയം നടത്തുന്നവരാണ് ആഫ്രിക്കൻ ആനകൾ. വലിയ ചെവികളും തുമ്പിക്കൈയും പാദങ്ങളുടെ അടിഭാഗവുമെല്ലാം മറ്റാനകൾ നൽകുന്ന സന്ദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഇവർക്ക് സഹായകമാവുന്നു. ഏഷ്യൻ ആനയേക്കാൾ ഉയരവും തൂക്കവുമുണ്ട് ഇവിടുത്തെ ആനകൾക്ക്. 2.5 മുതൽ 4 മീറ്റർ വരെ ഉയരമുള്ളവയാണ് ആഫ്രിക്കൻ ആനകൾ. 6350 കിലോ വരെ ഭാരമുള്ളവ ഇവയുടെ കൂട്ടത്തിലുണ്ട്. ഏഷ്യൻ ആനകളുടെ പരമാവധി ഭാരമാവട്ടെ 5000 കിലോഗ്രാമാണ്. കൗതുകകരമായ സാമൂഹ്യ ജീവിതം നയിക്കുന്നവരാണ് ആഫ്രിക്കൻ ആനകൾ. ആണുങ്ങൾ പ്രായപൂർത്തിയാവുമ്പോൾ സംഘത്തിൽ നിന്ന് അകന്ന് ഒറ്റപ്പെട്ട ജീവിതം നയിക്കാനാണ് ഇഷ്ടപ്പെടുക. ഈ സമയത്ത് അവൻ ഏറ്റവും അപകടകാരിയുമായിരിക്കും. ആനകൾ വഴിമാറി തന്നിരിക്കുന്നു. വാഹനങ്ങൾ സാവധാനം നീങ്ങിത്തുടങ്ങി. റെമി ഈ നേരത്തെല്ലാം മൊബൈലിൽ ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും ലോകത്തായിരുന്നു. ഇദ്ദേഹം വാട്സാപ്പിന്റെ അഡിക്റ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ വനത്തിലെല്ലാം മൊബൈൽ ഫോണിന് റേഞ്ചുമുണ്ട്. യാത്ര തുടരുമ്പോൾ ചെറുമരങ്ങൾക്കിടയിൽ ആനകൾ നിൽക്കുന്നത് കാണാം. കൂട്ടത്തിൽ നിന്നകന്ന് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന കൊമ്പന്മാരാണ് ഇതെല്ലാം. വാഹനം നീങ്ങുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ഒറ്റയാൻ കുറ്റിക്കാടിനിടയിൽ നിന്നും ഇറങ്ങി വരുന്നത്. ചിലർക്ക് ഞങ്ങളുടെ വാഹനം അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ആനകളുടെ വലിയൊരു വിഹാര കേന്ദ്രമാണ് ഈ വനമേഖല. ഇവരുടെ സ്വാഭാവികമായ വാസപ്രദേശത്തേക്ക് മനുഷ്യർ കടന്നു കയറുകയാണ് ചെയ്യുന്നതെന്ന് ഇത്തരം യാത്രക്കിടയിൽ പലപ്പോഴും നാം ചിന്തിക്കാറില്ല. നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ ഇത് മനുഷ്യനിർമ്മിതമാണെന്ന ഒരു ചിന്തയാണ് നമ്മിലുണ്ടാവുക. അനാദികാലം മുതൽ മൃഗങ്ങൾ വിഹരിക്കുന്ന കാടിന് അതിരുകൾ നിശ്ചയിച്ച് ഓരോ പാർക്കുകളായി പേരു നൽകുകയാണ് മനുഷ്യൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വഴി മുറിച്ചു കടക്കുകയാണ് ഏതാനും ആനകൾ. കുറ്റിക്കാടുകൾക്കിടയിൽ കരിമ്പനകൾ വളർന്നു നിൽക്കുന്നതും കാണാം. ചെറിയ മരങ്ങളും മുൾച്ചെടി പടർപ്പുകളുമെല്ലാമുള്ള ഭാഗങ്ങൾ. അതിലെ മൺവഴിയിലൂടെ വണ്ടി മുന്നോട്ട് നീങ്ങി. ഇവിടെ വനത്തിന്റെ സ്വഭാവം പെട്ടെന്നാണ് മാറുന്നത്. ട്രോപ്പിക്കൽ വനം പെട്ടെന്ന് മറ്റൊരു ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. ചതുപ്പുകളുള്ള ഒരു പ്രദേശത്തേക്ക് വണ്ടി എത്തുകയാണെന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്. വൃക്ഷങ്ങൾ അധികമില്ലാത്ത ഒരിടം. മൈതാനക്കാടെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രദേശമാണിത്. അതിവിശാലമായ പുൽമേട്. നേരെ മുന്നിൽ കുറെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. ഒരു തടാകത്തിന്റെ തീരമാണത്. മന്യാറ തടാകത്തിന്റെ ഒരു ഭാഗം. പല അരുവികളും ഒഴുകിച്ചെന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന തടാകം. ശുദ്ധജലമുള്ള ഒരു ഭാഗമാണത്. ഇവിടെ ഇങ്ങനെ വാഹനം നിർത്തി ആളുകൾ കാത്തിരിക്കുന്നതിന് കാരണമുണ്ട്. ധാരാളം പക്ഷികളും കാട്ടുപോത്തും ഹിപ്പോകളും ഉൾപ്പെടെയുള്ള വന്യജീവികളുമുള്ള ഒരു പ്രദേശമാണിത്. എല്ലാ വാഹനങ്ങളുടെയും മേൽക്കൂര ഉയർത്തിവെച്ചിരിക്കുന്നു. തടാകക്കരയിൽ നിൽക്കുമ്പോൾ ഇതാണ് കാഴ്ച. ധാരാളം പക്ഷികൾ. പെലിക്കനുകളുടെ ഒരു കൂട്ടമാണിത്. ഗ്രേറ്റ് വൈറ്റ് പെലിക്കൻ. പെലിക്കണസ് ഒണോക്രാറ്റ്ലസ് എന്ന ശാസ്ത്രനാമമുള്ള ഈ പക്ഷികൾ പെലിക്കനുകളിലെ വലിപ്പം കൂടിയ ഇനമാണ്. തടാകതീരത്തുകൂടി AK-47 തോക്കുമായി നടക്കുന്ന റേഞ്ചർമാരെ കാണാം. ആഫ്രിക്കയിലെ ഇത്തരം നാഷണൽ പാർക്കുകളിലെല്ലാം വേട്ടക്കാർ എത്താറുണ്ട്. അവരെ നേരിടുന്നതിനാണ് അത്യാധുനിക ആയുധങ്ങൾ നൽകി റേഞ്ചർമാരെ നിയമിച്ചിരിക്കുന്നത്. പെലിക്കനുകൾ തടാകത്തിലേക്ക് പറന്നു വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലുമുള്ള പക്ഷിയാണ് ഗ്രേറ്റ് വൈറ്റ് പെലിക്കൻ. മറ്റു പലതരം പക്ഷികളുമുണ്ട് തടാകത്തിൽ. ഈജിപ്ഷ്യൻ ഗൂസ്, സ്പർവിംഗ്ഡ് ഗൂസ്, വൈറ്റ് ഫേസ്ഡ് വിസ്ലിംഗ് ഡക്ക് എന്നിങ്ങനെ നീളുന്നു അവയുടെ പട്ടിക. 300 മുതൽ 400 വരെ സ്പീഷീസിലുള്ള പക്ഷികളെ മന്യാറ തടാകത്തിന്റെ പരിസരത്ത് കണ്ടെത്തിയിട്ടുണ്ട്.
അവയിൽ മിക്കതും ദേശാടന പക്ഷികളാണ്. യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നുമെല്ലാം ഇവിടേക്കെത്തുന്നവ. നിരവധി ഇനം കൊക്കുകളും അതിൽ ഉൾപ്പെടുന്നു. പെലിക്കനുകളുടെ വലിയ സംഘങ്ങൾ തടാകത്തിൽ നിന്ന് കയറി ചിറകൊതുക്കിയിരിക്കുന്ന അവയുടെ കാഴ്ച ചേതോഹരമാണ്. മന്യാറയുടെ തീരത്ത് ഞാൻ അങ്ങനെ നിന്നു.